ഈ വർഷത്തെ കർഷക ദിനത്തിൽ ഒരു സവിശേഷത കൂടെ പങ്കുവെക്കുന്നു. കാർഷിക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള മൺമറഞ്ഞ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെ നാമധേയത്തിലുള്ള സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡും ഇത്തവണ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 5 ലക്ഷം രൂപയാണ് അവാർഡ് തുക. സാധാരണ എല്ലാ വർഷവും കൊടുക്കുന്ന മുൻ മുഖ്യമന്ത്രി ശ്രീ PKVയുടെ നാമധേയത്തിലുള്ള അവാർഡും മുൻ കൃഷിമന്ത്രി VV രാഘവൻ സാറിൻ്റെ നാമധേയത്തിലുള്ള അവാർഡിൻ്റെയും തുടർച്ച എന്നുള്ള രീതിയിലാണ് സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ് ഇത്തവണ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ മട്ടുപ്പാവിലെ കൃഷി, ഉദ്യാന കൃഷി ഉൾപ്പെടെയുള്ള പുതിയ അവാർഡുകളും ഇതിൻ്റെ ഭാഗമായി ക്രമീകരിച്ചിട്ടുണ്ട്. കർഷക ദിനത്തിൻ്റെ സംസ്ഥാനതല പരിപാടി എറണാകുളത്ത് ഇവിടെ വെച്ചുകൊണ്ട് നടക്കുന്നതുകൊണ്ട് എറണാകുളം ജില്ലയിലെ കൃഷിഭവനുകളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിലുള്ള കർഷക ദിന പരിപാടികൾ വൈകുന്നേരമാണ്, ഉച്ചയ്ക്ക് ശേഷമാണ് നടക്കുന്നത്. മറ്റെല്ലാ കൃഷിഭവനുകൾ കേന്ദ്രീകരിച്ചും ലോക്കൽ ബോഡികൾ കേന്ദ്രീകരിച്ചും സംയുക്തമായി കർഷകരെ ആദരിക്കാനും വനിതാ കർഷകരെ ഉൾപ്പെടെ ആദരിക്കാനും അതിൻ്റെ ക്ലാസുകളും പരിപാടികളും ഒക്കെയായി എല്ലാ പ്രവർത്തനങ്ങളുടെയും സ്വാഗത സംഘ രൂപീകരണങ്ങളും എല്ലാം കഴിഞ്ഞ് പൂർത്തീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. ഈ വർഷത്തെ ഓണത്തോടനുബന്ധിച്ച് ഓണത്തിനൊരുക്കാം വിളവിൻ്റെ വിസ്മയം എന്ന പദ്ധതിയിലൂടെ നേരത്തെ ആവിഷ്കരിച്ചു. അതിൽ പച്ചക്കറികളുടെയും പൂക്കളുടെയും ഉൽപാദനത്തിന് പ്രത്യേക പ്രാധാന്യം കൊടുത്തുള്ള ഒരു പദ്ധതി ഇത്തവണ ആവിഷ്കരിച്ചു. ആ പദ്ധതിയുടെ വിളവെടുപ്പിലേക്ക് തുടർ ദിവസങ്ങളിൽ വിവിധ ജില്ലകളിൽ കടന്നു പോവുകയാണ്. ഒരു പ്രധാനപ്പെട്ട പദ്ധതി നിങ്ങളുമായി പങ്കുവെക്കുന്നു കൃഷി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ. അത് യുവത്വം കാർഷിക മേഖലയിൽ നിന്ന് വളരെയധികം പുറകോട്ട് പോയിരിക്കുക. അതൊരു പ്രത്യേക സാഹചര്യമാണ് നമ്മൾ നേരിടുന്നത്. സൊസൈറ്റി ഇൻ ടോട്ടൽ ആ പ്രശ്നത്തെ നേരിടുന്നുണ്ട്. ബർത്ത് റേറ്റ് കുറഞ്ഞു, ഡെത്ത് റേറ്റ് കുറഞ്ഞു, ആയുർദൈർഘ്യം കുറഞ്ഞു, ഹൈ ഡെൻസിറ്റി മൈഗ്രേഷൻ ഉണ്ടാകുന്നു, നെഗറ്റീവ് പോപ്പുലേഷൻ ഗ്രോത്തിലേക്ക് പോകുന്ന ഒരു സൊസൈറ്റി ബിൽഡിങ്ങിലാണ് നമ്മളുള്ളത്. അതിൻ്റെ പ്രഭാവം സാധാരണഗതിക്കപ്പുറം കാർഷിക മേഖലയെ ബാധിച്ചിട്ടുണ്ട്. അത് വീണ്ടെടുക്കാനുള്ള ഒരു വലിയ പ്രവർത്തനത്തിന് കൃഷി വകുപ്പ് നേതൃത്വം കൊടുക്കുകയാണ്. അതിൻ്റെ ഭാഗമായി എല്ലാ സ്കൂളുകളിലും കതിർ കാർഷിക ക്ലബ്ബുകൾ ആരംഭിക്കാനുള്ള തീരുമാനമെടുത്തു. ആ സ്കീം വിദ്യാഭ്യാസ വകുപ്പുമായി ചർച്ച ചെയ്തു. വിദ്യാഭ്യാസ മന്ത്രി ശ്രീ N ഷംസുദ്ദീനും ഞാനും 3 തവണ ഇതുമായി ബന്ധപ്പെട്ടതായ ഉദ്യോഗസ്ഥരുടെ അടക്കം യോഗം വിളിച്ച് എല്ലാ ക്രമീകരണങ്ങളും ആയി. ഈ വർഷം 500 സ്കൂളുകളിൽ കതിർ കാർഷിക ക്ലബിൻ്റെ പ്രവർത്തനം തുടങ്ങുകയാണ്, ലോഞ്ചിങ് തുടങ്ങുക ഈ വർഷം. അടുത്ത വർഷം കേരളത്തിലെ മുഴുവൻ സ്കൂളുകളിലും സർക്കാർ, എയ്ഡഡ്, സ്വകാര്യ സ്കൂളുകൾ ഉൾപ്പെടെ എല്ലാ സ്കൂളുകളിലും കതിർ കാർഷിക ക്ലബിൻ്റെ കാർഷിക പ്രവർത്തനങ്ങൾ ആരംഭിക്കും. ഒരു കാര്യം കൂടെ പ്രത്യേകം എടുത്തു പറയുന്നു. കൃഷിയിൽ ഏർപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് വെയിറ്റേജ് മാർക്ക് ഒരുപക്ഷെ ഇന്ത്യ രാജ്യത്തെ ചരിത്രത്തിൽ ആദ്യമായിരിക്കും. വെയിറ്റേജ് മാർക്ക് കൊടുക്കാനുള്ള തീരുമാനത്തിലേക്ക് ഗവൺമെൻറ് പോവുകയാണ്. അതിൻ്റെ ആലോചന നടന്നു. തത്വത്തിൽ ഇൻ പ്രിൻസിപ്പിൾ ആ തീരുമാനം അംഗീകരിച്ചു. അതിനുള്ള നടപടികളിലേക്ക് സർക്കാർ പോവുകയാണ്. വിദ്യാഭ്യാസ വകുപ്പ് അതിൻ്റെ നല്ല മെച്ചപ്പെട്ട ഏകോപന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്.